എന്തെങ്കിലും വിപത്തുകൾ വരുമ്പോ സത്യവിശ്വാസികൾ പറയുകയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവനിലേക്കാണ് നമ്മുടെ മടക്കമെന്ന് അർത്ഥം വരുന്ന ശ്രേഷ്ഠമായ വചനത്തെ പറയുന്നവരുണ്ടോ? അവർ ക്ഷമയുടെ വാഹകരാണ്, ശമിക്കുന്നവരാണ്. ഒരു ഉമ്മ ഇരുന്നു കൊണ്ട് കരയുകയാണ്, ഒരു ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് വാവിട്ട് നിലവിളിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഉമ്മ ക്ഷമിക്കണേ. നബിയാണെന്ന് മനസ്സിലാക്കാതെ ആ ഉമ്മ ഉറക്കെ പറഞ്ഞുപോയി, എനിക്ക് വന്ന ഈ വിപത്ത് നിനക്ക് വന്നിരുന്നെങ്കിൽ എന്നിലേറെ നീ വിഷമിച്ചേനെ, കരഞ്ഞേനെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ആ ഉമ്മ പറയുകയാണ്. റസൂലല്ലാഹ് മിണ്ടാതെ മുന്നോട്ട് നടന്നുപോയി. അല്പനേരം കഴിഞ്ഞപ്പോ പുറകിലൂടെ വന്ന ആളുകൾ പറഞ്ഞു, ആരോടാണ് നിങ്ങൾ കയർത്ത് സംസാരിച്ചതെന്നറിയുമോ? അതാ മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദൂ. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ഉമ്മ നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ടുള്ളത്. ആ ഉമ്മ പിറകെ ഓടിച്ചെല്ലുന്നു, നബിയുടെ അടുക്കലെത്തിയിട്ട് പറയുന്നു, അഫ്വൻ യാ മുഹമ്മദൂ, മാപ്പാക്കണേ പ്രവാചകരെ, അറിവില്ലായിരുന്നു ഹബീബേ. ആ ഉമ്മയോട് നബി തങ്ങൾ പറയുന്ന ഒരു വചനമുണ്ട്, എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാരും ഹൃദയത്തിൽ കുറിച്ചിടുന്ന വചനമാണ്. നബി തങ്ങൾ പറഞ്ഞു, ക്ഷമിക്കേണ്ടത്, ക്ഷമ വരേണ്ടത് ആദ്യഘട്ടത്തിലാണ്. ദേഷ്യം പിടിക്കുന്ന ആദ്യഘട്ടത്തിൽ. നിങ്ങളോട് ക്ഷമിക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടു, അപ്പൊ കൂലി പോയി. ക്ഷമ വേണ്ടത് ആദ്യഘട്ടത്തിലാണ്. ഒരു മനുഷ്യന് വിപത്തുണ്ടാകുമ്പോ, വിഷമമുണ്ടാകുമ്പോ ആ സമയത്ത് ക്ഷമിക്കാൻ കഴിയും. കവിളത്തടിക്കലും നെഞ്ചത്തടിച്ചുകൊണ്ട് പോക്കറ്റ് വലിച്ചു കീറലും അങ്ങനെ അപഹാസ്യനായി കാണിക്കലും എന്റെ ഉമ്മത്തിൽപ്പെട്ട പ്രവർത്തനമല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. വിപത്ത് വരുമ്പോ ക്ഷമിക്കാൻ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.